Hello everyone. Welcome to our management accounting introduction class. Myself Shreya. എൻ്റെ വീട് തൃശ്ശൂരാണ്. ഞാനായിരിക്കും MA ക്ലാസ്സസ് എടുക്കുന്നത്. ആൻഡ് സ്കിൽ ലെവലിലെ FM പേപ്പർ കൊടുക്കുന്നത് ഞാൻ തന്നെയായിരിക്കും. നമ്മൾ ഇന്ന് MA ജസ്റ്റ് എന്താണ്, എങ്ങനെയാണ്, പിന്നെ എൻ്റെ ക്ലാസ്സുകളുടെ ഒരു ഡെമോ എന്നാണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയാം. MA ഫസ്റ്റ് ലുക്കിൽ ഒരു ഹെവി കാൽക്കുലേഷൻ ഉള്ള ഒരു പേപ്പർ ആയിട്ട് തോന്നാം. ബട്ട് ആക്ച്വലി വൺസ് നിങ്ങൾ അതിന്റെ ലോജിക്കും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം മാനേജബിൾ ആയിട്ടുള്ള ഒരു പേപ്പർ ആണ് MA എന്ന് മനസ്സിലാവും. ഒരുപാട് സിലബസ് ഉണ്ട്, വാസ്റ്റ് ആയിട്ടുള്ള സിലബസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ബട്ട് കമ്പാരിറ്റീവ്ലി ബാക്കി നോളജ് പേപ്പേഴ്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ കുറച്ച് കൂടി പ്രോബ്ലംസ് കൂടുതൽ ഉണ്ടെങ്കിലും ഈ പറഞ്ഞ പോലെ വൺസ് അതിന്റെ ലോജിക്ക് അല്ലെങ്കിൽ കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നല്ല എളുപ്പമുള്ള പേപ്പറാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. ആൻഡ് നോളജ് ലെവൽ അല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ സീരിയസ് അല്ലാണ്ട് വിടരുത് MA പേപ്പർ. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി വരുന്ന പേപ്പർ വരുന്ന പേപ്പർ സ്കിൽ ലെവൽ പേപ്പർ ഒരു ഇൻട്രൊഡക്ഷൻ പോലെയാണ് MA വർക്ക് ചെയ്യുന്നത്. സ്കിൽ ലെവൽ പേപ്പറിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളൊരു ഇതാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ എക്സാം പാറ്റേൺ എന്നൊക്കെ മനസ്സിലാവുന്നത്. FM ഒക്കെ നേരിയൊരു ബേസ് വരുന്നുള്ളൂ, ബട്ട് PM ഒക്കെ നല്ല ബേസ് വരുന്ന ഒരു പേപ്പറാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. വൺ ഓഫ് ദ ടഫസ്റ്റ് പേപ്പറാണ് PM ACCA. നിങ്ങൾക്ക് മനസ്സിലാവും അതിന്റെ ഇമ്പോർട്ടൻസ്. ദെൻ ബാക്കി രണ്ട് നോളജ് പേപ്പേഴ്സ് ഒരു പാറ്റേൺ മനസ്സിലാക്കിയാൽ കുറച്ചും കൂടി മനസ്സിലാവും. ബട്ട് മാനേജ്മെന്റ് അക്കൗണ്ടിങ് അത് പറ്റില്ല. നമുക്ക് അതിന്റെ ലോജിക്ക് മനസ്സിലാവണം, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഒരു റീസണിങ് വേണം, എന്നാലേ ഇത് പാസ്സാവാൻ പറ്റുള്ളൂ. ഇന്ന് എന്താണ് MA, എന്തുകൊണ്ടാണ് ഇമ്പോർട്ടന്റ്, അതിന്റെ കോഴ്സ് സിലബസ്, എക്സാം പാറ്റേൺ, അതിന്റെ സ്ട്രാറ്റജീസ്, ടൈം മാനേജ്മെന്റ് കാര്യങ്ങളൊക്കെയാണ്, എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്, പിന്നെ എൻ്റെ ക്ലാസ്സിന്റെ ഒരു ചെറിയൊരു ഡെമോ എന്ന രീതിയിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ലെറ്റ്സ് ബിഗിൻ വിത്ത് what is MA. As you know, MA എന്ന് പറയുന്നത് മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആണ്. സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ബിസിനസിന്റെ ഉള്ളിലുള്ള ഓപ്പറേഷൻസ് എങ്ങനെ മാനേജ് ചെയ്യാം, ദാറ്റ് വിത്ത് നമ്പേഴ്സ്, എങ്ങനെ ഒരു കമ്പനീന്റെ ബിസിനസ് ഓപ്പറേഷൻസ് ഒക്കെ എങ്ങനെ കാണിക്കുന്നു, എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു എന്നൊക്കെ കാണിക്കുന്ന ഒരു പേപ്പറാണ് MA. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു റെസ്റ്റോറൻറ്റിലെ ഓണർ ആണെന്ന് വിചാരിക്കാം. ആ ബർഗറിന് എത്ര വിലയുണ്ട്, ബർഗർ എത്രത്തോളം സ്റ്റോക്ക് ചെയ്യണം, ഇനിയിപ്പോ ആൾക്കാർ വന്നില്ലെങ്കിൽ നമുക്ക് നഷ്ടം വരുമോ, നഷ്ടം വരാത്ത രീതിയിൽ എങ്ങനെ സ്റ്റോക്ക് ചെയ്യണം, ആൻഡ് മന്ത്ലി എത്ര ബഡ്ജറ്റും കാര്യങ്ങളും പ്രിപ്പയർ ചെയ്യണം, എത്രയായിരിക്കും പ്രോഫിറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുക, അങ്ങനത്തെ കേസുകൾ ഉണ്ടല്ലോ. അത് മുൻകൂട്ടി പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ടി വരും. ആ ഒരു ഐഡിയ ഒക്കെ വേണം. അപ്പോ അതൊക്കെയാണ് നമ്മൾ ഇവിടെ MA പഠിക്കുന്നത്. ഓക്കെ, ഒരു സമ്മറി ആയിട്ട് പറയുകയാണെങ്കിൽ കോസ്റ്റിംഗ്, ബഡ്ജറ്റിംഗ്, ഡിസിഷൻ മേക്കിംഗ്, പെർഫോമൻസ് മാനേജ്മെന്റ്, ഇതൊക്കെയാണ് MA പറയുന്നത്. ബിസിനസ്സിൽ എങ്ങനെ ചിന്തിച്ചാൽ ലാഭം കിട്ടും, അതാണ് MA കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. ദെൻ MA എന്തുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് എന്ന് പറയുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞു, പല പേപ്പേഴ്സിനുള്ള ബേസ് പേപ്പർ ആണ് MA. PM ആണെങ്കിൽ നല്ല രീതിക്ക് ബേസ് വരുന്നുണ്ട്. അതും പോരാണ്ട് ബിസിനസ് ആസ് എ ഹോൾ നോക്കുവാണെങ്കിൽ നമുക്ക് ബിസിനസിന്റെ ഉള്ളിൽ വരുന്ന ഇന്റേണൽ ഫങ്ഷൻസ് ഒക്കെ മനസ്സിലാക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പേപ്പറാണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്. മുന്നോട്ട് പോകുന്നോറും ACCA ഏത് പേപ്പർ എടുക്കുമ്പോഴും നമുക്ക് ബിസിനസ്സിൽ പഠിക്കുന്ന കാര്യങ്ങളാണല്ലോ നമുക്ക് ACCA ഫൈനലി പഠിക്കാനുള്ളത്. ഏതൊരു പേപ്പറിനും ഒരു ഫൗണ്ടേഷൻ എന്ന രീതിയിൽ ഇത് വർക്ക് ചെയ്യാം. നമുക്കറിയാലോ, ഫൗണ്ടേഷൻ ഇല്ലാണ്ട് ഒരു വീട് നമുക്ക് കെട്ടിപ്പൊക്കാൻ പറ്റാത്ത രീതിയിൽ തന്നെ MA എന്ന് പറയുന്നത് ACCAക്ക് ഒരു ഫൗണ്ടേഷൻ പോലെയാണ്. അത്യാവശ്യം നല്ല രീതിക്ക് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ACCA നല്ല സ്മൂത്ത് ആയിട്ട് പോവാം. അപ്പോ നമുക്ക് എല്ലാതും ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പാസ്സാവാനുള്ള ചാൻസസ് കൂടുതലാണ്. ബേസ് ഇല്ലെങ്കിലാണ് നമുക്ക് വീണ്ടും വീണ്ടും എഴുതേണ്ട ഒരു അവസ്ഥ വരുന്നത്.
അതേപോലെ തന്നെ സ്ട്രാറ്റജി ഇമ്പോർട്ടന്റ് ആണ്. ബേസ് മാത്രമല്ല, സ്ട്രാറ്റജി ഇമ്പോർട്ടന്റ് ആണ്. ബട്ട് ബേസ് ഇമ്പോർട്ടന്റ് ആണ്. ആ ബേസിൽ ഒന്നാണ് MA. സോ MA സ്ട്രോങ് ആക്കാൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ അതുകൊണ്ട് എന്താ ഉപകാരം എന്നുള്ളത് എന്ന് വെച്ചാൽ, നമ്മൾ റീസണിങ് വെച്ച് ഇത് ചെയ്യാം. എന്തുകൊണ്ടെന്ന് നോക്കി പഠിക്കുക. MA സ്ട്രോങ് ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താ, നിങ്ങൾക്ക് കാൽക്കുലേഷൻസ് ഒക്കെ സിമ്പിൾ ആയിരിക്കും. നല്ലപോലെ ലോജിക് ഇംപ്രൂവ് ആയിട്ടുണ്ടാവും. നിങ്ങൾക്ക് പിന്നീട് വരുന്ന പേപ്പേഴ്സിലൊക്കെ നല്ലപോലെ എഫക്റ്റ് ഉണ്ടാവും. പിന്നെ അതിനെ കുറിച്ച് പേടിക്കേണ്ട ആവശ്യം വന്നില്ല. ACCന്റെ ഭാവി പേപ്പേഴ്സിനെ കുറിച്ച് അധികം ടെൻഷൻ അടിക്കണ്ട. പലരും ചെയ്യുന്ന മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, MA നോളജ് പേപ്പർ അല്ലേ, ഇതൊക്കെ കഴിഞ്ഞ് നമുക്ക് സ്കിൽ പേപ്പർ ഒക്കെ ആകുമ്പോ എന്താ സ്ട്രോങ് ആയിട്ട് നോക്കിയാൽ മതി എന്നുള്ളൊരു കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. വിച്ച് ഇസ് റോങ്. സോ പണി കിട്ടും. ഇമ്പോസിബിൾ ആണെന്ന് ഞാൻ പറയുന്നില്ല. സ്ട്രോങ് ബേസ്, അധികം ബേസ് ഇല്ലെങ്കിലും ജയിക്കുന്ന ഒരുപാട് പേരുണ്ട്. ബട്ട് പിന്നെ വരുന്ന ACC ജേർണിയിൽ ഒരു സ്മൂത്ത് സെയിൽ ഉണ്ടാവില്ല. അത് വേണമെങ്കിൽ ഇപ്പോഴേ നിങ്ങൾ നോളജ് ലെവൽ തൊട്ടേ നല്ല സ്ട്രോങ് ആയിട്ട് പോണം. ഓക്കെ. ദെൻ MA എന്ന് പറയുന്നത് തിയറി പ്ലസ് പ്രോബ്ലം പേപ്പർ ആണ്. ഒരു ഭാഗം സ്കിപ്പ് ചെയ്തിട്ട് മറ്റേ ഭാഗം പഠിക്കാം എന്നുള്ള ഒരു കോൺസെപ്റ്റും കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് പാടില്ല. സോ നിങ്ങൾക്ക് രണ്ട് ഭാഗവും പഠിക്കണം. നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കണം എല്ലാം. വിത്ത് പ്രാക്ടീസ് മാത്രമേ നിങ്ങൾ പാസ് ആവുള്ളൂ. ദെൻ കംസ് കോർ ഏരിയ. കോർ ഏരിയ എന്ന് പറയുമ്പോൾ, നിങ്ങളിപ്പോ ഒരു എക്സാം അപ്രോച്ച് എന്ന രീതിയിൽ സ്റ്റാർട്ട് ചെയ്യുവാണെങ്കിൽ അതിന്റെ ഏരിയാസ് ഏതൊക്കെയാണ് എന്ന് മനസ്സിലാവണം. എവിടെയാണ് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റണേ എന്നൊക്കെ അറിഞ്ഞിരിക്കണം, അല്ലെ? സോ ഫസ്റ്റ് ഏരിയ എന്ന് പറയുന്നത് നേച്ചർ, സോഴ്സ്, പേർപ്പസ് ഓഫ് മാനേജ്മെന്റ് ഇൻഫോർമേഷൻ ആണ്. സോ ഈ ടോപ്പിക്കിൽ എന്താണ് നമുക്ക് പഠിക്കാനുള്ളത്? ബിസിനസ് എന്തുകൊണ്ടാണ് ഇമ്പോർട്ടന്റ്, എന്താണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്, അതിന്റെ പേർപ്പസ്, ആ പേര് പറയുന്ന പോലെ തന്നെ അതൊക്കെയാണ് ഇതിൽ വരുന്നത്. അപ്പോ ഒരു മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്തിനാണ് യൂസ് ചെയ്യുന്നതൊക്കെയാണ് ഇവിടെ പഠിക്കാനുള്ളത്. അപ്പോ ഇതിന് വേണ്ട ബേസിക് കാര്യങ്ങൾ, വിച്ച് ഈസ് സോഴ്സസ് ഓഫ് ഡാറ്റ, അനലൈസിങ് ഡാറ്റ, അതിന് വേണ്ട ബേസിക് കാര്യങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. കൂടുതലും തിയറി പാർട്ടാണ്. കോൺസെപ്ഷണൽ നോളജ് ഉണ്ടെങ്കിൽ നമുക്ക് പാസ്സാവാൻ പറ്റുന്ന ഒരു പേപ്പർ, മീൻസ് പോർഷൻ ആണ് ഇത്. ദാറ്റ് ടു കാൽക്കുലേഷൻസ് കുറച്ച് ചെറിയ ചെറിയ കാൽക്കുലേഷൻസേ വരുള്ളൂ. ദെൻ കംസ് കോസ്റ്റ് അക്കൗണ്ടിങ് ടെക്നിക്സ്. MA സിലബസിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഇതൊക്കെ PE ലെവലിലാണെങ്കിലും PM-ലാണെങ്കിലും ഈ PM-ലൊക്കെ ഈ ക്വസ്റ്റ്യൻസ് ഇതിന്റെയൊക്കെ ബേസ് വരുന്നുണ്ട്, നമുക്ക് പഠിക്കാനുണ്ട്. സോ എത്രയാണ് കോസ്റ്റ് ഫിക്സ് ചെയ്യേണ്ട കേസുകളൊക്കെയാണ് ഇവിടെ വരുന്നത്. എന്തൊക്കെ ടൈപ്പ് കോസ്റ്റുകളാണ് വരുന്നത്, ലൈക്ക് മെറ്റീരിയൽ, ലേബർ, അതൊക്കെ എങ്ങനെയാണ് അലോട്ട് ചെയ്യുന്ന കേസുകളാണ് നമുക്കതിൽ പഠിക്കാനുള്ളത്. നെക്സ്റ്റ് ഏതാ? ബഡ്ജറ്റിംഗ് ആണ്. ബഡ്ജറ്റിംഗ് എന്താണ്? നമുക്കൊരു ഫ്യൂച്ചർ പീരീഡ് എടുക്കുകയാണെങ്കിൽ ആ പീരീഡിലേക്ക് നമുക്ക് വരുന്ന എക്സ്പെൻസ് കാര്യങ്ങൾ, ഇൻകം എത്ര വരും, ക്യാഷ് ഫ്ലോ എങ്ങനെയാണ് പ്ലാൻ ചെയ്യേണ്ടത്, അതൊക്കെയാണ് നമുക്ക് ബഡ്ജറ്റിംഗിൽ വരുന്നത്. നമ്മളായാലും പുറത്തേക്ക് പോവാന്ന് വിചാരിക്കുക, ഒരു ഔട്ടിങ്ങിന് പോവാണ്, അതിന് കോസ്റ്റും കാര്യങ്ങളൊക്കെ എത്രയാണ്, ആരൊക്കെ എത്രയൊക്കെ ഇടണം, എങ്ങനെയാണ് ക്യാഷ് ഇൻഫ്ലോ വരുന്നത്, അതൊക്കെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമല്ലോ. അത് തന്നെ നമ്മൾ കമ്പനിയിൽ ആസ് എ ഹോൾ ഒരു പ്രൊഫഷണൽ രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നു, അതെങ്ങനെ കൺട്രോൾ ചെയ്യുന്നു എന്ന് നമ്മൾ പഠിക്കുന്നു. അതാണ് ബഡ്ജറ്റിംഗ് വരുന്നത്. ദെൻ അത് അത് നമുക്ക് ഓരോ സെപ്പറേറ്റ് ബഡ്ജറ്റുകൾ വരുന്നുണ്ട്. സെയിൽസ്, പ്രൊഡക്ഷൻ ബഡ്ജറ്റ്, അങ്ങനെ പല പല ഇത് വരുന്നുണ്ട്. ഇതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. സ്കോർ ചെയ്യാൻ എളുപ്പമുള്ള ചാപ്റ്റേഴ്സ് ആണ് ഇതൊക്കെ. ദെൻ കം സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. ഈ ടോപ്പിക് എന്ന് പറയുമ്പോൾ എന്താണ്? ഇതിലിപ്പോ നമുക്കൊരു എക്സ്പെക്റ്റഡ് കോസ്റ്റ് അറിയാം, അതിന് ആക്ച്വലി എത്രയാണ് വന്നേന്നും അറിയാം. അപ്പൊ അതിന്റെ ഒരു കമ്പാരിസൺ, എത്രത്തോളം ഡിഫറൻസ് വന്നിട്ടുണ്ട്, എത്രത്തോളം വേരിയൻസ് വന്നിട്ടുണ്ട്. അപ്പൊ ആ വേരിയൻസ് നമ്മൾ അനലൈസ് ചെയ്യുന്നു, അതിന്റെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ മെഷർ ചെയ്യുന്നതാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്. എന്തുകൊണ്ടാണ് എന്ന് റീസണിങ് വരുന്നതൊക്കെയാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്.
ഓക്കെ. അതിൽ എന്തൊക്കെയാണ് മെറ്റീരിയൽ വേരിയൻസ്, ലേബർ കോസ്റ്റിംഗ്, അതൊക്കെ കൂടുതലും പഠിക്കുന്നത് അവിടെ. അപ്പൊ കൃത്യമായ ഒരു പ്രാക്ടീസ് ഉണ്ടെങ്കിൽ സ്കോർ ചെയ്യാൻ നല്ല എളുപ്പമുള്ള പോർഷനാണ് ഈ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഒക്കെ. ആ ഫോർമുലാസ് ഒക്കെ മനസ്സിലാക്കിയാൽ മതി, എങ്ങനെയാ വന്നതെന്ന് മനസ്സിലാക്കിയാൽ മതി. ദെൻ പെർഫോമൻസ് മെഷർമെന്റ് കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ഒരു പോർഷൻ ആണ്. പെട്ടെന്ന് ക്ലിക്ക് ആയിന്ന് വരില്ല. ബട്ട് ഈ പറഞ്ഞ പോലെ കോൺസെപ്റ്റ് ഒക്കെ നല്ല മനസ്സിലാക്കി പഠിച്ചാൽ സ്കോർ ചെയ്യാൻ പറ്റും. ഒരു കമ്പനി, ഒരു ബിസിനസ് എങ്ങനെയാണ് പെർഫോം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ, അതിന്റെ ഇവാലുവേഷൻ അല്ലെങ്കിൽ അനലൈസിങ് ചെയ്യുന്ന ഒരു പോർഷൻ ആണ് ഈ പറഞ്ഞ സാധനം. ലൈക്ക് ഇത് തന്നെ നമുക്ക് PM-ലും വരുന്നുണ്ട്. സോ ഇമ്പോർട്ടന്റ് പോർഷൻ ആണത്. ഒരു കമ്പനി എത്രത്തോളം എഫക്റ്റീവ് ആണ്, എഫിഷ്യൻസി എത്രത്തോളം ഉണ്ട്, അതൊക്കെയാണ് ഇതിൽ വരുന്നത്. ദെൻ മോസ്റ്റ്ലി തിയറി ആണ്. അത് വെച്ചിട്ട് നമ്മുടെ ഒരു അനാലിസിസ് എങ്ങനെയാണ്, ഇന്റർപ്രിട്ടേഷൻസ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാൻ ചാൻസ് ഉള്ള ഏരിയ ആണ്. സോ MA എന്ന് പറയുന്നത് എന്താണ്, കാൽക്കുലേഷൻ എന്ന് പറയുന്നത് തിയറി ആയാലും വരുന്ന ഒരു പേപ്പറാണ്. സോ നല്ല പോലെ രണ്ടിനും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിച്ചാലേ പാസ് ആവുള്ളൂ. ദെൻ നെക്സ്റ്റ് കോർ ടോപ്പിക് എന്ന് പറയുന്നത് ഡാറ്റ അനലിറ്റിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ്. അതൊക്കെ ഈ ബേസിക് മാത്തമാറ്റിക്സ് കാര്യങ്ങൾ, ലൈക്ക് ആവറേജ്, മീന്, അങ്ങനത്തെ കേസുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ് അതിൽ വരുന്നത്. അതിൽ നിന്ന് എങ്ങനെ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യുന്നു, ആ ഇൻഫോർമേഷൻസ് എങ്ങനെ യൂസ് ചെയ്യുന്നു, അത് വെച്ചിട്ട് എങ്ങനെ ഡിസിഷൻ മേക്കിങ്സ് എടുക്കുന്നു, അതെങ്ങനെ അനലൈസ് ചെയ്യുന്നു, കേസുകളൊക്കെയാണ് ഡാറ്റ അനാലിസിസിൽ വരുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതൊക്കെയാണ് കോഡ് ഏരിയാസ് ആയിട്ട് വരുന്നത്. ഈ പറഞ്ഞ പോലെ കാൽക്കുലേഷൻസ്, മെറ്റീരിയൽ, ആ കോസ്റ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എളുപ്പമുള്ള ഭാഗങ്ങളാണ്, പെട്ടെന്ന് ക്ലിക്ക് ആവാൻ ചാൻസ് ഉള്ള ഭാഗങ്ങളാണ്. ഒന്ന് എന്തുകൊണ്ടെന്ന് മനസ്സിലാക്കി പഠിച്ചാൽ ആൻസർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ. പിന്നെ ട്രിക്കി ആയിട്ട് വരാൻ ചാൻസ് ഉള്ളത് ഫോർകാസ്റ്റിംഗ്, പ്രോസസ് കോസ്റ്റിംഗ്, അങ്ങനത്തെ ഐറ്റംസ്, പിന്നെ പെർഫോമൻസ് മാനേജ്മെന്റ്, അതൊക്കെയാണ് കുറച്ച് ട്രിക്കി ആവാൻ ചാൻസ് ഉള്ളൂ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണ്, ഈസി സ്കോർ ചെയ്യുന്ന മാർക്സ് ഉണ്ടല്ലോ, ഏതൊരു എക്സാം പാറ്റേണിൽ ഈസി സ്കോറിംഗ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതൊക്കെ പെട്ടെന്ന് സ്കോർ മീൻസ് പെട്ടെന്ന് ആൻസർ ചെയ്ത് വിടാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ടഫ് ആയിട്ടുള്ളതിന് കുറച്ച് ടൈം എടുത്തിട്ട് നോക്കാം. മാക്സിമം ഈസി ക്വസ്റ്റ്യൻസ് ആദ്യം ആൻസർ ചെയ്യാൻ നോക്കാം. അത് കഴിഞ്ഞിട്ട് ഇപ്പോ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ ജസ്റ്റ് മാർക്ക് ചെയ്തിട്ട് അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം. സമയം ഉണ്ടെങ്കിൽ ഇത് വന്നിട്ട് പിന്നെ കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ. ദെൻ കംസ് എക്സാം ഫോർമാറ്റ്. എക്സാം ഫോർമാറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഒരു എക്സാമിന്റെ സ്ട്രക്ചർ അറിഞ്ഞാലാണ് അതിനെ എങ്ങനെ ടാക്കിൾ ചെയ്യണം, എങ്ങനെ പഠിക്കണം, കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുള്ളൂ, അല്ലെ? അതിന്റെ ടൈമൊക്കെ മാനേജ് ചെയ്യാനായിട്ട് നമുക്ക് ആ ഒരു പാറ്റേൺ അറിഞ്ഞിരിക്കണം. സോ നിങ്ങൾക്ക് ഇവിടെ വരുന്നത് 2 സെഷൻസ് ആണ്, സെഷൻ A, സെഷൻ B. ഒരു മൊത്തം സെഷന് നമുക്ക് വരുന്നത് 2 hours ടൈം ആണ്. അതും 100 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും. 50 മാർക്ക് കിട്ടിയാലും നിങ്ങൾ പാസ്സാവും. സോറി. സോ സെഷൻ എയിൽ നമുക്ക് വരുന്നത് 35 ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ. അതിന് ഓരോന്നിന് 2 മാർക്ക് വീതം, അപ്പോൾ തന്നെ 70 മാർക്കായി. ഇപ്പോൾ സെഷൻ A ആയാലും സെഷൻ B ആയാലും നിങ്ങൾക്ക് അറിയാം, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ്. അപ്പൊ തന്നെ നിങ്ങൾക്ക് റിസൾട്ട് അറിയാൻ പറ്റും. നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ കമ്പ്യൂട്ടർ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്, എങ്ങനെയാണ് ആൾക്കാർ, വേറെ ഒന്നും വരുന്നില്ല എന്ന് നിങ്ങൾക്ക് ഒരു ഐഡിയ ഉണ്ടാവും. അപ്പൊ എന്താണ്, കിട്ടി പോയാ പോയി. കമ്പ്യൂട്ടർ ആണ് ഇത് ചെയ്യുന്നത്. അവര് 1/2 മാർക്ക് സ്കീമൊന്നും അവിടെ വരുന്നില്ല. റിട്ടേൺ എക്സാം പോലെ 1/2 മാർക്ക്, 0.5 മീൻസ് 1 മാർക്ക് എന്ന രീതിയിലൊന്നും കിട്ടില്ല. ബട്ട് ഒരു പോസിറ്റീവ് കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് മാർക്ക് ഇല്ല. സോ നിങ്ങൾക്ക് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റംപ്റ്റ് ചെയ്യാം. എങ്ങാനും ലോട്ടറി അടിച്ചാലോ, അല്ലെ? അപ്പോ നമുക്കത് ട്രൈ ചെയ്യാം. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞു 35 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത് സെഷൻ എയിൽ. അതില് നമുക്ക് MCQ, മൾട്ടിപ്പിൾ റെസ്പോൺസ്, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്, നമ്പർ എൻട്രി, അങ്ങനത്തെ പല ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമുക്ക് വരും. എല്ലാ വെറൈറ്റി ടൈപ്പ് ക്വസ്റ്റ്യൻസും വരാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ് സെഷൻ A.
കൂടുതൽ വെറൈറ്റി കാണുന്നത് സെഷൻ എയിലായിരിക്കും. ഓക്കെ, ഞാൻ നേരത്തെ പറഞ്ഞു 2 മണിക്കൂറിന്റെ എക്സാം ആണ്, 100 മാർക്കിലാണ്. അപ്പൊ എന്താണ്, ഓരോ മാർക്കിന് 1.2 ആണ് മാക്സിമം ടൈം സ്പെൻഡ് ചെയ്യാനുള്ളൂ. നമുക്ക് 1.2 മിനിറ്റ്സ് ആണ് മാക്സിമം ഒരു മാർക്കിന് സ്പെൻഡ് ചെയ്യാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ നമ്മള് വെയിറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സമയമാണ് പോകുന്നത്. അത് നമുക്ക് നഷ്ടമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. 5-6 മിനിറ്റ് ഓരോ ക്വസ്റ്റ്യനും എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കംപ്ലീറ്റ് ചെയ്യാനേ പറ്റില്ല. പിന്നെ നോക്കേ വേണ്ട, നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തന്നെ ഫെയിൽ ആയി എന്ന അർത്ഥം. കാരണം ഒരു വിധം എല്ലാം ഒരു റൗണ്ട് എല്ലാം കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് പാസ്സാവില്ല. സോ നിങ്ങൾക്ക് ടൈം കൂടുതൽ എടുക്കും എന്ന് മനസ്സിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാഗ് ഇറ്റ്, അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യാം, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് റിവ്യൂ ചെയ്യാം വരാം. ദാറ്റ്സ് ഗുഡ്. ഓക്കെ, സോ ഈവൻ ദോ 1.2 മിനിറ്റ്സ് ഓരോ മാർക്ക് മീൻസ് ഓരോ മാർക്കിന് 1.2 ഉണ്ടെങ്കിൽ പോലും ഒരു 75-80 മിനിറ്റ്സിനുള്ളിൽ തന്നെ ഈ പറഞ്ഞ പോലെ സെഷൻ എ കംപ്ലീറ്റ് ചെയ്യാൻ നോക്കാം. കാരണം സെഷൻ ബി കുറച്ചും കൂടി കേസ് ബേസ്ഡ് എക്സാം ആണ്. ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ലൈക്ക് മൾട്ടി ടാസ്കിങ് ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. സോ ഇവിടെ നമുക്ക് കൂടുതലും ടെസ്റ്റ് ചെയ്യുന്നത് കോസ്റ്റിംഗ്, ബഡ്ജറ്റിംഗ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, പെർഫോമൻസ്, അങ്ങനത്തെ ഐറ്റംസ് ആണ്. അപ്പൊ കുറച്ചും കൂടി ടൈം പിടിക്കും. അതിനാണ് നമ്മൾ ഇവിടേക്ക് കുറച്ച് ടൈം അലോട്ട് കൂടുതൽ ചെയ്യുന്നത്. സോ ആസ് ഐ സെഡ്, 50 മാർക്ക് മതി. നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുന്ന ക്വസ്റ്റ്യൻസ് ആദ്യം ചെയ്യാം. ഇവിടെ നമുക്ക് ഈവൻ ദോ ഇവിടെ നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാം ആയിട്ടിരിക്കാം. കാരണം കുറെ നമുക്കറിയാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ബട്ട് അത് ഓർത്ത് പകച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. ദെൻ ഒരു കാര്യമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും സ്റ്റുഡൻസ് ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ്, ലൈക്ക് യൂണിറ്റ്സ് ഇടില്ല, സയൻസ് തെറ്റിക്കുക, ഫോർമുലാസിൽ എന്തെങ്കിലും തെറ്റ് വരുത്തുക, അങ്ങനത്തെ കേസുകൾ. സോ അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ ഒരു 5 മിനിറ്റ് എങ്കിലും ഒന്ന് മാറ്റി വെച്ചാൽ നല്ലതായിരിക്കും. കാരണം സബ്മിറ്റ് കൊടുക്കണതിന് മുന്നേ ഇത് ചെക്ക് ചെയ്തില്ലെങ്കിൽ അതിന് മാർക്ക് പോവും. ഈ പറഞ്ഞ പോലെ 1 മാർക്കായിട്ടൊന്നും പോവില്ല, പോവാണെങ്കിൽ ഒരുമിച്ചേ പോവുള്ളൂ. സോ അതൊന്നും മനസ്സിലാക്കാം. പിന്നെ സ്കിൽസ്, വേണ്ട സ്കിൽസ് എന്താണ്, എങ്ങനെയാണ് പഠിക്കേണ്ടത്, എന്തൊക്കെ സ്കിൽസ് വേണം, കോൺസെപ്ച്വൽ നോളജ് വേണം. അതുപോലെ തന്നെ ആക്യുറസി ഇമ്പോർട്ടന്റ് ആണ്. നമ്മളിപ്പോ കാൽക്കുലേറ്ററിൽ 10+10 എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ട് അവസാനം 100 വരെ എഴുതുക ആൻസർ. അങ്ങനത്തെ ആക്യുറസി റിലേറ്റഡ് നമ്മുടെ ഒരു ചെറിയ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് കാരണം ആക്യുറേറ്റ് ആൻസേഴ്സ് വരാതിരിക്കല്, അങ്ങനത്തെ കേസുകളൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കാം. പിന്നെ അതുപോലെ തന്നെ ഇന്റർപ്രിട്ടേഷൻ ക്വസ്റ്റ്യൻസ് കാര്യങ്ങളൊക്കെ ആണെങ്കിൽ എന്താണോ എക്സാമിനർ ചോദിക്കുന്നേ അതിനാണ് ആൻസർ ചെയ്യേണ്ടതെന്ന് ഓർക്കാം. സപ്പോസ് എക്സാമിനർ ചക്ക എന്താന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ മാങ്ങാനെ കുറിച്ച് എഴുതി വെച്ചിട്ട് കാര്യമില്ലല്ലോ. സോ ചില സമയത്ത് നമ്മൾ ക്വസ്റ്റ്യൻ വായിക്കാത്തോണ്ട് തെറ്റുകൾ വരുത്തും. അങ്ങനത്തെ ഒഴിവാക്കാൻ പറ്റുന്ന മിസ്റ്റേക്സ് ഒക്കെ ആണെങ്കിൽ മാക്സിമം ഒഴിവാക്കാൻ ശ്രമിക്കാം. അതുപോലെ തന്നെ സ്പീഡ് ആവശ്യമില്ലാത്തത് ചിന്തിച്ചുകൊണ്ടിരിക്കാണ്ട് ഓവർ തിങ്കിങ് ഡസ്ക് ചെയ്തുള്ള പിള്ളേരാണെങ്കിൽ ഇതിങ്ങനെയാണോ അങ്ങനെയാണോ എന്ന് ചിന്തിച്ചിരിക്കാനുള്ള ടൈം അല്ല എക്സാം ഹാള്. സോ അതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ ശ്രമിക്കാം. ദെൻ വാട്ട്, പ്രാക്ടീസ് ഇസ് ദ കീ. മാക്സിമം പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക. പ്രാക്ടീസ് ഇല്ലാണ്ടൊന്നും നടക്കില്ല. ജസ്റ്റ് ഒന്ന് വായിച്ചു പോയിട്ട് കാര്യമില്ല. കാരണം ആ സമയത്ത് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത് വഴി ഏതൊക്കെ ടൈപ്പിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് വരും എന്ന് മനസ്സിലാക്കും. പിന്നെ എല്ലാവർക്കും പറ്റില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഭയങ്കര ബുദ്ധിമാന്മാർക്കൊക്കെ പറ്റിയെന്ന് വരും. ബട്ട് ഒരു ആവറേജ് സ്റ്റുഡന്റിന് അങ്ങനെ പറ്റിയെന്ന് വരില്ല. പിന്നെ എക്സാമിനുള്ള പൈസ നമുക്ക് മനസ്സിൽ കുലുക്കി കിട്ടുന്നതല്ലേ. സോ അതിനനുസരിച്ച് ട്രൈ ചെയ്തിട്ട് നമുക്ക് എക്സാം ഹാളിൽ കയറാം. അപ്പോ MA എങ്ങനെയാ പഠിക്കണേന്ന് വെച്ച് കഴിഞ്ഞാൽ
ഫസ്റ്റ് എന്താണ് കാര്യങ്ങള്, ഡെഫിനിഷൻസ്, ഫോർമുലാസ്, തിയറീസ് അതൊക്കെ ലേൺ ചെയ്യാം. ആൻഡ് അതിന്റെ പിന്നിലെ വൈ എന്നുള്ള റീസൺ അണ്ടർസ്റ്റാൻഡ് ചെയ്യാം. വിത്ത് റിപ്പീറ്റഡ് പ്രാക്ടീസ് ദാറ്റ് ടു റിവൈസ് ചെയ്യാം. ഫസ്റ്റ് ടു ലാസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്തതിനു ശേഷം ഫസ്റ്റ് ടു ലാസ്റ്റ് റിവൈസ് ചെയ്തതിന് ശേഷം മാത്രമേ MA അറ്റംപ്റ്റ് ചെയ്യാൻ പോകാൻ പാടുള്ളൂ. ഓക്കെ. ദെൻ ഈ പറഞ്ഞ പോലെ നമ്മൾക്ക് കീവേഡ്സും കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പഠിക്കണം. ക്വസ്റ്റ്യൻസ് കാര്യങ്ങള് ഫുള്ളായിട്ട് വായിക്കുക. ഇതൊക്കെ തന്നെയാണ് എക്സാം സ്ട്രാറ്റജി ആയിട്ട് പറയാനുള്ളത്. അത്രയും ടഫ് ആണോ എന്ന് ചോദിച്ചാൽ ടഫ് ഉള്ള പേപ്പർ അല്ല, ബട്ട് സ്റ്റിൽ കാര്യം മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് കിട്ടാൻ പാടുള്ളതാണ്. ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു പേപ്പറാണ്. സോ കറക്റ്റ് ആയിട്ട് വായിക്കുക, പഠിക്കുക. വർക്കിങ്സ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നീറ്റായിട്ട് ചെയ്യുക. കാരണം റിവൈസ് ചെയ്യുമ്പോൾ നമുക്ക് രണ്ടാമത് നോക്കുമ്പോൾ മനസ്സിലാവുന്ന രീതിക്ക് എഴുതി വെക്കുക, അല്ലെങ്കിൽ വീണ്ടും നിങ്ങൾ അത് ചെയ്യേണ്ടി വരും. ഓക്കെ. സോ അങ്ങനത്തെ കേസുകളൊക്കെ ഒഴിവാക്കാൻ നോക്കാം. സ്ട്രക്ക് ആവാതിരിക്കുക, ടൈം മാനേജ്മെന്റ് കീപ്പ് ചെയ്യുക, അങ്ങനത്തെ കേസുകൾ. പിന്നെ ഒരു കേസ്, പെർഫെക്റ്റ് സ്കോർ കിട്ടാനായിട്ട് നിങ്ങൾ ശ്രമിക്കണം എന്നൊന്നും ഞാൻ പറയില്ല. ഫസ്റ്റ് ഈസി മാർക്കിൽ സ്കോർ ചെയ്യുക, അത് കഴിഞ്ഞ് സെക്കൻഡറി ഓപ്ഷൻ ആണ് നമുക്ക് ടഫ്. അത് ആൻസർ ചെയ്യേണ്ടതെന്നല്ല, ഫസ്റ്റ് ഈസി ചെയ്തതിന് ശേഷം മാത്രം അത് ചെയ്യാനുള്ളൂ. കാരണം 50 മാർക്സിനുള്ളത് എന്തായാലും ഈസി മാർക്സിൽ നിങ്ങൾക്ക് കിട്ടും. അത് കഴിഞ്ഞിട്ട് 50+ എക്സ്ട്രാ ബോണസ് എന്ന രീതിയിൽ നമ്മൾ അറ്റംപ്റ്റ് ചെയ്യാൻ നോക്കാം. ഒരിക്കലും നിങ്ങളോട് ആരും ACCന്റെ മാർക്ക് സ്റ്റുഡൻസ് ചോദിക്കും, ടീച്ചേഴ്സ് ചോദിക്കും. ബട്ട് ഒരു കമ്പനി ചെല്ലുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം എത്ര മാർക്ക് കിട്ടിയെന്നൊന്നും ആരും ചോദിക്കില്ല. 80 കിട്ടിയാലും 50 കിട്ടിയാലും ഒരേ ഓപ്പർച്യൂണിറ്റി ആണ് നിങ്ങളുടെ മുന്നിൽ വരുന്നത്. സോ അതോർത്ത് ടെൻഷൻ അടിക്കണ്ട. ദെൻ എന്റെ ക്ലാസ്സസ് എന്ന് പറയുമ്പോൾ മൺഡേ ടു ഫ്രൈഡേ ഒന്നിടവിട്ടിട്ടായിരിക്കും നമുക്ക് റെക്കോർഡിംഗ് ക്ലാസ്സസ് ഉണ്ടാവും. അതിന്റെ ഇടയിൽ നിങ്ങൾക്ക് അസൈൻമെന്റ്സ്, വർക്ക്സ്, കാര്യങ്ങള്, ടെക്സ്റ്റ് റീഡിങ് അങ്ങനത്തെ കേസുകളൊക്കെ തരും. സോ നിങ്ങൾ അത് ചെയ്യും. മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ ആയിരിക്കും റെക്കോർഡിംഗ്. പിന്നെ ട്യൂസ്ഡേ ആൻഡ് തേഴ്സ്ഡേ അസൈൻമെന്റ്സ് പ്ലസ് റീഡിങ് അങ്ങനത്തെ കേസുകളൊക്കെ. കാരണം വെറുതെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതുകൊണ്ട് മാത്രം കാര്യമില്ല. സോ നിങ്ങളായിട്ട് വായിക്കണം. നിങ്ങൾ വായിച്ചതിന് ശേഷം അതിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് തരും. നിങ്ങൾക്ക് സാറ്റർഡേ സൺഡേ ലൈവ് ക്ലാസ് ഉണ്ടാവും. അതിൽ നിങ്ങൾക്ക് ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ആ സമയത്ത് നമുക്ക് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് സെഷൻ ആണ്. അതിന്റെ കൂടെ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻസും ഉണ്ടാവും. ഓക്കെ. ദെൻ റിവിഷൻ ക്ലാസ്സസ് ഉണ്ടാവും. ഒരു റൗണ്ട് എല്ലാം തീർന്നു കഴിയുമ്പോൾ വീണ്ടും ഒരു റിവിഷൻ സെഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് അതിന് മോക്ക് എക്സാം നടത്തുന്നതായിരിക്കും. ദെൻ ഡൗട്ട് ക്ലിയറൻസ് സാറ്റർഡേ സൺഡേ ഉണ്ടാവും. ആൻഡ് സ്റ്റഡി നോട്ട്സ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. സോ നിങ്ങൾക്കറിയാം, ഡ്രീം ലെഡ്ജറിന്റെ ആപ്പ് വഴിയായിരിക്കും നമ്മൾ ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. ആപ്പിൽ തന്നെ എല്ലാം ഉണ്ടാവും. ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇല്ല എന്ന് തോന്നുവാണെങ്കിൽ യു ക്യാൻ കോണ്ടാക്ട് മീ എനി ടൈം. യു ക്യാൻ മെസ്സേജ് ചെയ്യാം. ആൻഡ് ഞാൻ അയക്കുന്ന മെസ്സേജസിന് റിപ്ലൈ തരാം. ഓക്കെ. സോ ഇനി ഒരു ഡെമോ പോലെ എന്റെ ക്ലാസ് എങ്ങനെയാണ് എന്നറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് കുറച്ചൊരു പോർഷൻ എടുക്കാം. ഓക്കെ. സോ സ്റ്റാർട്ടിങ് വിത്ത് എന്താണ് MA എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ബിസിനസ്സിലെ ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, വർക്കിംഗ് കാര്യങ്ങളൊക്കെയാണ് മനസ്സിലാവുന്നത്. ഒരു ഡാറ്റ വെച്ചിട്ട് ഒരു ഇൻഫോർമേഷൻ എങ്ങനെ ബിൽഡ് ചെയ്യാം, ആ ഇൻഫോർമേഷൻ വെച്ചിട്ട് എങ്ങനെ ഡെസിഷൻ മേക്കിങ്ങിന് ഹെൽപ്പ് ചെയ്യാം, അതൊക്കെയാണ് അതിൽ വരുന്നത്. പിന്നെ പ്ലാൻ ചെയ്യല്, ബഡ്ജറ്റ് ചെയ്യല്. എന്താണ് പ്ലാനിങ്ങും ബഡ്ജറ്റിങ്ങും തമ്മിലുള്ള വ്യത്യാസം? പ്ലാനിങ് എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ്സിന് വേണ്ട ഒരു ഫ്രെയിം വർക്ക്, ലൈക്ക് അതിന്റെ ഒബ്ജക്റ്റീവ്സ് ഒക്കെ വെച്ചിട്ടുള്ള ഒരു ഫ്രെയിം വർക്ക് ഉണ്ടാക്കാം. ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത് ഈ പ്ലാനിങ് എത്രത്തോളം എമൗണ്ട് വരും, എങ്ങനെയാണ് അതിന്റെ ക്യാഷ് ഫ്ലോ കാര്യങ്ങളൊക്കെ വരുന്നത്, അതൊക്കെയാണ് ബഡ്ജറ്റിംഗിൽ വരുന്നത്. ദെൻ കോസ്റ്റ് കൺട്രോള്. അപ്പോ നമ്മളുടെ കോസ്റ്റ് ഇൻഫോർമേഷൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് എങ്ങനെ ഒരു ഫേം ആയിട്ടുള്ള ഒരു ഡിസിഷൻസ് എടുക്കാന്നൊക്കെയാണ് ഡെസിഷൻ മേക്കിങ്ങിലൊക്കെ ആയിട്ട് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ ഫോക്കസ് ചെയ്ത്.
സോ എന്താണ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങും ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങും തമ്മിലുള്ള വ്യത്യാസം? സോ നിങ്ങൾ കുറെ പേരൊക്കെ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് പഠിച്ചിട്ടുള്ളവരുണ്ടാവും, ചിലവർ പഠിക്കാത്തവരുണ്ടാവും. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ട കേസ് എന്താന്ന് വെച്ചാൽ, ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ടാക്കൽ ആണ് നമുക്ക് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ മെയിൻ ആയിട്ട് വരുന്നത്. ഫൈനാൻഷ്യൽ അക്കൗണ്ട് മീൻസ് സ്റ്റേറ്റ്മെന്റ്സ് ആർക്ക് വേണ്ടിയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത്? നമ്മുടെ ഷെയർ ഹോൾഡേഴ്സിന് വേണ്ടിയിട്ടാണ്. അവരാരാണ്? എക്സ്റ്റേണലി, കമ്പനീന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്നവരല്ല, എക്സ്റ്റേണലി പുറത്തു നിന്ന് ഗാലറിയിൽ ഇരുന്ന് സിനിമ കാണുന്നവരെ പോലെ, മീൻസ് ക്രിക്കറ്റ് സ്പോർട്സ് കാര്യങ്ങൾ കാണുന്ന പോലെയാണ്, ഗാലറിയിൽ ഇരുന്ന് കാണുന്ന പോലെയുള്ളവരാണ് ഈ ഷെയർ ഹോൾഡേഴ്സ്. സോ എക്സ്റ്റേണൽ യൂസിനുള്ളതാണ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. വെറസ് മാനേജ്മെന്റ് അക്കൗണ്ടിങ്, നമ്മുടെ കമ്പനിയിൽ നമ്മുടെ മാനേജേഴ്സ്, ഇപ്പൊ ഓരോന്നിനും ഓരോ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവും, അവര് തീരുമാനിക്കുകയാണ് എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്, ഒരു ഡിസിഷൻ എങ്ങനെ എടുക്കണം. സെയിൽസിന്റെ കേസ് ആണെങ്കിൽ സെയിൽസിൽ ഇപ്പൊ എന്താണ് പുതിയ സ്ട്രാറ്റജി ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടത്, അതൊക്കെയാണ് നമുക്ക് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ വരുന്നത്. സോ ഒരു മാനേജ്മെന്റ് എന്താണ്, മാനേജർക്ക് ആവശ്യമുള്ളത്, മാനേജർ ആ ഒരു കമ്പനീന്റെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഒരാളാണ്. സോ ഇറ്റ്സ് ഫോർ ഇന്റേണൽ യൂസ്. ആൻഡ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണെന്ന് പറഞ്ഞു. ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എപ്പോഴാണ്? അറ്റ് ദ ഇയർ എൻഡിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് വിത്ത് ഏത് ഡാറ്റാസ്? ഓൾറെഡി ആ ഇയർ എൻഡ് വരെ നമുക്ക് വന്നത്, ആ ഇയർ സ്റ്റാർട്ട് മുതൽ ആ ഇയർ എൻഡിൽ വരെ നമുക്ക് വന്ന ചെലവുകളും കാര്യങ്ങളൊക്കെയാണ്, ഇൻകം ചെലവ്, അതൊക്കെയാണ് നമുക്ക് ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സിൽ വരുന്നത്. സോ ഓൾറെഡി കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണ് എടുക്കുന്നത്. സോ എന്താണ് അത്? ഓൾറെഡി പാസ്റ്റ് ആണ്, ഹിസ്റ്റോറിക്കൽ ഡാറ്റയാണ് അത്. ഓക്കെ. ബട്ട് മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് നമ്മൾ ഒരു ഡിസിഷൻ എടുക്കാനാണ് അത് എടുക്കുന്നത്. മേ ബി പാസ്റ്റ് കാര്യങ്ങൾ നമുക്ക് റെഫറൻസിന് വേണ്ടി പാസ്റ്റ് ഡാറ്റാസ് ഉപയോഗിക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇപ്പൊ എങ്ങനെയാണ് അവസ്ഥ എന്ന് അറിഞ്ഞാലാണ് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ കേസ് മാത്രം അറിഞ്ഞാൽ മതിയോ? ഭാവിയിലേക്കും വേണ്ടിയിട്ടുമാണല്ലോ നമ്മൾ തീരുമാനം എടുക്കണ്ടേ. ഇപ്പൊ ഒരു മാസം കഴിഞ്ഞിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ തീരുമാനം എടുക്കുന്നത്. ഒരു മാസം ഇതേ പോലെയാണ് മാർക്കറ്റ് കണ്ടീഷൻസ് എന്നുണ്ടെങ്കിൽ മാത്രമല്ലേ ആ തീരുമാനത്തിന് വാലിഡിറ്റി ഉള്ളൂ. സോ ആ ഒരു മാസം കഴിയുമ്പോഴേക്കും എന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടോ, അങ്ങനെയാണെങ്കിൽ എന്തെങ്കിലും രീതിക്കുള്ള ഓൾട്ടറേഷൻസ് വരുന്നോ എന്നും കൂടി നമ്മൾ അക്കൗണ്ടിൽ എടുക്കണ്ടേ. സോ മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ, പ്രസന്റ് പ്ലസ് ഫ്യൂച്ചർ ഓറിയന്റഡ് ഡാറ്റ ഒക്കെ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു അക്കൗണ്ടിങ് മെത്തേഡാണ്. അതെന്ന് പറയുമ്പോൾ ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു രീതി ഉണ്ടാവില്ല, ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സ്പെസിഫിക് സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളും ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ്? ഓരോരുത്തരുടെ പ്രിഫറൻസും കാര്യങ്ങളും വ്യത്യാസം ഉണ്ടാവും. ഓരോ മാനേജേഴ്സിനും ഓരോ ആവശ്യങ്ങളായിരിക്കും. മേ ബി നമുക്ക് കസ്റ്റമർ സാറ്റിസ്ഫിക്കേഷൻ അത് ഇമ്പോർട്ടന്റ് ആണ്. അതെങ്ങനെ ഒരു ഇതില് സ്പെസിഫൈഡ് ഒരു സ്റ്റാൻഡേർഡിൽ എങ്ങനെ നമ്മൾ അത് പ്രസന്റ് ചെയ്യും? പറ്റില്ല. അതിന് ഓരോന്നിനും ഓരോ ഡീറ്റെയിൽസ് ഉണ്ട്. അപ്പൊ നമുക്ക് ചിലതൊന്നും മോണിറ്ററി ടേംസിൽ കാണിക്കാൻ പറ്റിയെന്ന് വരില്ല. ഇപ്പോ ഒരു സ്റ്റാൻഡേർഡ് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ടേംസിൽ എന്ന രീതിയിൽ കാണിക്കണ്ടേ. ഈ കസ്റ്റമർ സാറ്റിസ്ഫിക്കേഷൻ ഒക്കെ എങ്ങനെ കാണിക്കും? പറ്റില്ല. സോ മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും ഇതിന്റെ സാറ്റിസ്ഫിക്കേഷൻ ഒക്കെ ഒരു ഡിസിഷൻ മേക്കിങ്ങിൽ അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. സോ അതില്ലാണ്ട് പറ്റില്ല. അപ്പൊ അങ്ങനെ ഒരു ഡാറ്റ യൂസ് ചെയ്യുമ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡിൽ എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ മാനേജ്മെന്റ് അക്കൗണ്ടിങ് നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിന് പ്രത്യേക സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളും ഉണ്ടാവില്ല. വേറെ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് അങ്ങനെയല്ല, കൃത്യമായ സ്റ്റാൻഡേർഡ് ഉണ്ട്, അത് ഫുള്ള് മോണിറ്ററി ടേംസിലാണ് കാണിക്കുന്നത്. ഓക്കെ. ദെൻ ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ആക്യുറേറ്റ് ആയിരിക്കണം. ഓൾറെഡി കഴിഞ്ഞു പോയ കാര്യങ്ങളാണ്, നമുക്കതിന്റെ കൃത്യമായ വാല്യൂസ് അറിയാം. ആ കൃത്യമായ വാല്യൂസ് തന്നെ ഇടണം. ഇപ്പൊ നമുക്ക് 2 ലക്ഷമായിരുന്നു റവന്യൂ ഉണ്ടായിരുന്നത്, ബട്ട് നമ്മൾ ഒരു 1.5 ഇടുന്നുള്ളൂ
എന്ന് പറഞ്ഞാൽ ശരിയാവും? ഇല്ല. നമുക്ക് 2 ലക്ഷം ആയിരുന്നെങ്കിൽ 2 ലക്ഷം തന്നെ ഇടണം. വേറെ മാനേജ്മെന്റ് അക്കൗണ്ടിങ് ആണ്. ഒരു ഏകദേശം മതി, കാരണം ഫ്യൂച്ചറിൽ എന്ത് കൃത്യമായിട്ട് വരുന്നു നമുക്കറിയില്ല. ഒരു 2.5 ലക്ഷത്തിനടുത്ത് വരും എന്നേ നമുക്ക് ഇൻഫോർമേഷൻ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ മേ ബി ഡ്യൂ ടു മാർക്കറ്റ് കണ്ടീഷൻസ് മാറിയേക്കാം. ഇറ്റ്സ് അപ് ടു ഫ്യൂച്ചർ, നമുക്കറിയില്ല. സോ ഒരു അപ്രോക്സിമേറ്റ് ഫിഗർ നമുക്ക് മതി. ഇത് ഞാൻ പറഞ്ഞു നേരത്തെ, മോണിറ്ററി ടേംസ് ആണ് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ തന്നെ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡിൽ പ്രിപ്പയർ ചെയ്യുന്നത് മോണിറ്ററി ടേംസ് ഉള്ള ഐറ്റംസ് ഒക്കെ വെച്ചിട്ടാണ്. ഈ ഇതിൽ എന്ന് പറയുമ്പോൾ മോണിറ്ററിയും വരാം, നോൺ മോണിറ്ററിയും വരാം. ഓക്കെ, ക്യാഷ് മാത്രം കാണിക്കുന്ന ഐറ്റംസ് മാത്രമല്ല നമുക്ക് മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ വരുന്നത്. ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് ആസ് എ ഹോൾ, ബിസിനസ് ആസ് എ ഹോൾ ആണ് നമ്മൾ കാണിക്കുന്നത്. അതായത് ബിസിനസിന്റെ ഒരു ഭാഗം മാത്രം, സെയിൽസ് ഡിപ്പാർട്ട്മെന്റ് മാത്രമായിട്ടല്ലല്ലോ നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുന്നത്. മൊത്തം കമ്പനിക്കാണ് നമ്മൾ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ഉണ്ടാക്കുന്നത്. വേറെസ് മാനേജ്മെന്റ് അക്കൗണ്ടിങ് അങ്ങനെ ആവണമെന്നില്ല. സ്പെസിഫിക് ഏരിയാസ് ലൈക്ക് സെയിൽസ്, പ്രൊഡക്ഷൻ, അങ്ങനെ പല പല ഏരിയാസ് ഉണ്ടല്ലോ. ഓരോന്നിനും ഓരോ മാനേജർ ഉണ്ടാവാം. ആ ഓരോ മാനേജർ അതിന്റെ ആ ഫംഗ്ഷൻ അനുസരിച്ചിട്ടുള്ള ഡാറ്റാസും കാര്യങ്ങളും കളക്ട് ചെയ്യുന്നു. അത് ഇൻഫോർമേഷൻ ആക്കിയിട്ട് അവരതായിരിക്കും യൂസ് ചെയ്യുന്നത്. സോ മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു സ്പെസിഫിക് ഏരിയനെ ബേസ് ചെയ്തിട്ടിരിക്കും. ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് റെഗുലർലി, അതായത് ഓരോ കൊല്ലം തോറും നമ്മൾ സബ്മിറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം, അത് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കണം. ഓക്കെ, സോ റെഗുലർലി പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ് ഒന്ന് ഫൈനാൻഷ്യൽ അക്കൗണ്ടിങ്. വേറെ മാനേജ്മെന്റ് അക്കൗണ്ടിങ് എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ മാത്രം പ്രൊഡ്യൂസ് ചെയ്താൽ മതി. ഇപ്പൊ ഒരു ഡെസിഷൻ എടുക്കണം എന്നുള്ള ഒരു തീരുമാനം വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഇങ്ങനെ ഒരു ഡെസിഷൻ എടുക്കണം, അതിന് ഇന്ന ഡീറ്റെയിൽസ് നമുക്ക് വേണം എന്ന ചിന്ത വരുമ്പോൾ ഉണ്ടാക്കിയാൽ മതി ഈ പറഞ്ഞ മാനേജ്മെന്റ് അക്കൗണ്ട്. സോ ഈ ടോപ്പിക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് കംസ് ഡാറ്റ ആൻഡ് ഇൻഫോർമേഷൻ. എന്താണ് ഡാറ്റ, എന്താണ് ഇൻഫോർമേഷൻ? ഇപ്പോ ഡാറ്റ എന്ന് പറയുന്നത് ഒരു റോ ഫോമാറ്റ്. നമുക്ക് ഇപ്പോ ഒരു 50 നമ്പേഴ്സ് വെറുതെ തന്നു. എന്താണത്? അതൊരു ഡാറ്റയാണ്. ഒരുപാട് സാധനങ്ങൾ നമ്മൾ കളക്ട് ചെയ്യുന്നു, അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ കളക്ട് ചെയ്യുന്ന ഒരുപാട് സാധനങ്ങളുണ്ട്. അതിന് നമുക്ക് ഡാറ്റ എന്ന് പറയാം. ബട്ട് അതിന് നമ്മൾ ഇപ്പോ 50 നമ്പേഴ്സ് ആണ്, ഓരോ നമ്പേഴ്സിന്റെ പിന്നിൽ KG ഇട്ടു, ഇപ്പുറത്ത് നമ്മൾ പേരും എഴുതി. ഇപ്പോ ശ്രേയ ഒരു 50 kg, പിന്നെ നവീൻ ഒരു 30 kg, മെർലിൻ ഒരു 20 kg, അങ്ങനെ നമ്മൾ ഇടാണ്. അപ്പൊ എന്തായി? ആ പറഞ്ഞ നമ്പർ നേരത്തെ ഒരു അന്തവും കുന്തവും ഇല്ലാത്ത നമ്പർ ആയിരുന്നു, ഒരു തലയും വാലും ഇല്ലാത്ത നമ്പേഴ്സ് ആയിരുന്നു. എന്താണ്, ചപ്പു ചവറ് പോലെ ഒന്നും ഉപയോഗിക്കാൻ പറ്റാത്ത നമ്പേഴ്സ് ആയിരുന്നു. എപ്പോ അതിലേക്ക് ഒരു സിസ്റ്റമാറ്റിക് ഓർഡർ ആക്കി മാറ്റിയോ അപ്പൊ നമുക്കത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഡാറ്റ ആയിട്ട്, മീൻസ് ഇൻഫോർമേഷൻ ആയി മാറി. അതെന്താണ്, നമ്മളൊരു ഡാറ്റ പ്രോസസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനൊരു സിസ്റ്റമാറ്റിക് ഓർഡർ കൊടുക്കുമ്പോൾ അതെന്തായി മാറുന്നു? ഇൻഫോർമേഷൻ ആയി മാറുന്നു. ഈ ഇൻഫോർമേഷൻ ആണ് പിന്നീട് ഡിസിഷൻ മേക്കിങ്ങിനൊക്കെ നമുക്ക് ഒരു കമ്പനിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോ ഇങ്ങനെ ഒരു ഡാറ്റ ഉണ്ടാക്കി, അതെന്താണ്, ഓരോരുത്തരുടെ വെയിറ്റ് നോക്കുന്ന ഒരു ഡാറ്റയാണ്. എത്രയാണ് വെയിറ്റ്? മേ ബി ഇപ്പോ നമുക്ക് ബോക്സിംഗ് ടൂർണമെന്റിലൊക്കെ നമുക്ക് കാണാം, ചിലർക്ക് വെയിറ്റ് ബേസ്ഡ് ആയിരിക്കും ഈ മാച്ചുകൾ നടത്തുന്നത്. അണ്ടർ 50 kg അങ്ങനത്തെ മാച്ചുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. സോ അതിന് വേണ്ടിയുള്ള ഒരു ഡാറ്റ, മീൻസ് ഒരു ഇൻഫോർമേഷൻ ആയിരിക്കാം അത്. ഓക്കെ, അങ്ങനെ നമുക്ക് ഇത് വെച്ചിട്ട് ഇപ്പൊ 20-ന് മീൻസ് 30-ന് താഴെയുള്ളവരെ മാത്രം മാച്ചിൽ കയറ്റുള്ളൂ. അപ്പൊ എന്താണ്, ശ്രേയ ഡിസ്ക്വാളിഫൈഡ് ആയി എന്നുള്ളൊരു ഇൻഫോർമേഷൻ അവിടെ കിട്ടി. ഓക്കെ, അതിനാണ് നമ്മൾ ഡാറ്റ ആൻഡ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പോ എന്താണ് ഡാറ്റയും ഇൻഫോർമേഷനും തമ്മിലുള്ള വ്യത്യാസം? അത് രണ്ടും സെയിം ആണോ, അതോ എന്താണ് ടൈപ്പ് വ്യത്യാസം? ഡാറ്റ ക്യാൻ ഓൺലി ബി ഫിഗേഴ്സ്,
whereas information can be facts or figures. Information results from sorting and analyzing data. നേരത്തെ പറഞ്ഞു ഒരു ഡാറ്റേന്റെ കൂടെ എന്തെങ്കിലും ഇൻഫോർമേഷൻ മീൻസ് എന്തെങ്കിലും അതൊന്ന് സോർട്ട് ചെയ്ത് അനലൈസ് ചെയ്യുമ്പോൾ ആണ് നമുക്ക് ഇൻഫോർമേഷൻ കിട്ടുന്നത് എന്ന് പറഞ്ഞു. അപ്പൊ എന്താണ് ഓപ്ഷൻ സി ആണ് വരുന്നത്. ഡാറ്റ ഡി ഏതാണ്? ഡാറ്റ റിസൾട്ട്സ് ഫ്രം ഒബ്റ്റൈനിങ് മെനി ഇൻഡിവിജ്വൽ പീസ് ഓഫ് ഇൻഫോർമേഷൻ. ഇൻഫോർമേഷൻ അല്ല നമ്മൾ ഡാറ്റ ആക്കുന്നത്, പകരം ഡാറ്റയാണ് നമ്മൾ ഇൻഫോർമേഷൻ ആക്കുന്നത്. ഇൻഫോർമേഷൻ ഐ മീൻ ഡാറ്റ പ്രോസസ് ചെയ്ത് വരുന്നതാണ് ഇൻഫോർമേഷൻ. സോ ഓപ്ഷൻ സി ആണ് ആൻസർ. ആട്രിബ്യൂട്ട്സ് ഓഫ് ഗുഡ് ഇൻഫോർമേഷൻ. അപ്പൊ എന്തൊക്കെയാണ് ഒരു നല്ല ഇൻഫോർമേഷന് വേണ്ടത്? സോ ഫസ്റ്റ് തിങ് ആക്യുറേറ്റ് ആയിരിക്കണം. ഓ ഞാനൊരു ഹോസ്പിറ്റലിൽ പോയി, ഡോക്ടർ എന്നോട് കുറച്ച് ടെസ്റ്റുകൾ ചെയ്യാൻ പറഞ്ഞു. ടെസ്റ്റ് ചെയ്യാൻ വന്നു. ടെസ്റ്റിൽ നോക്കിയപ്പോൾ എല്ലാം കൂടുതലായിട്ടാണ് കാണിക്കുന്നത്. എന്നിട്ട് ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ സീരിയസ് പ്രശ്നമാണ്, നിങ്ങൾക്ക് ഒരുപാട് മരുന്നുകൾ കഴിക്കണം എന്ന് പറഞ്ഞ് ഒരു കൊട്ടം മരുന്ന് തന്നു. പക്ഷെ ഈ പറഞ്ഞ പോലെ ലാബിന്റെ പ്രശ്നമായിരുന്നു. ലാബിൽ എന്തോ കറക്ഷൻ വ്യത്യാസം മീൻസ് എറർ വന്നതായിരുന്നു. അപ്പോ ആക്യുറേറ്റ് ഇൻഫോർമേഷൻ അല്ലാത്തതുകൊണ്ട് ഞാൻ ആ മരുന്ന് മുഴുവൻ കഴിക്കേണ്ടി വന്നു. അതെന്താ എന്റെ ഹെൽത്തിന് പിന്നെ പണി തരും. റൈറ്റ്? അപ്പോ ആക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ഇൻഫോർമേഷൻ കിട്ടിയാലേ കൃത്യമായിട്ടുള്ള ഒരു ഡിസിഷൻ മേക്കിങ്ങിന് അത് ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിരിക്കണം. സപ്പോസ് എന്തെങ്കിലും ഐറ്റംസ് ഇല്ല, ഇപ്പോ ചില രോഗങ്ങൾക്കൊക്കെ സെയിം സിംറ്റംസ് ഉണ്ടാവും. അപ്പോ അതില് നമുക്കിപ്പോ സപ്പോസ് മഞ്ഞപ്പിത്തമാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതിലൊരു സെറ്റ് ഓഫ് കാര്യങ്ങൾ മൊത്തം നോക്കണ്ട. കാരണം ഒരെണ്ണം രണ്ടെണ്ണൊക്കെ വേറെ എന്തെങ്കിലും അസുഖമാണെങ്കിൽ പോലും കൂടിയുണ്ടാവും. ആ ലിവർ ഫങ്ഷനിങ്ങിന്റെ പ്രശ്നങ്ങൾക്ക് നമുക്ക് വരുന്ന ഏതൊക്കെയാണ് ട്രീറ്റ്മെന്റ്സ്, ഏതൊക്കെയാണ് ടെസ്റ്റുകൾ വേണ്ടേ എന്നുള്ള ലിസ്റ്റ് ഉണ്ടാവും. അത് മുഴുവൻ ചെയ്തല്ല, ഏതെങ്കിലും ഒരെണ്ണം മിസ് ചെയ്താലും എന്താണ് നമുക്ക് കൃത്യമായ ഒരു ഇൻഫോർമേഷൻ കിട്ടില്ല. മേ ബി വേറെ വല്ല അസുഖമായിരിക്കും. നമ്മള് മഞ്ഞപ്പിത്തം അന്നും പറഞ്ഞിട്ട് അത് കറക്റ്റ് ചെയ്തിട്ട് അതിന് അനുസരിച്ചുള്ള മരുന്നുകളും കാര്യങ്ങളും തരാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ് ദാറ്റ് information should be complete. Then cost effective. ഏതെങ്കിലും ഹോസ്പിറ്റലില് ഈ ഷുഗർ ടെസ്റ്റിനൊക്കെ 3000 4000 ഒക്കെ വന്നിട്ടുണ്ടോ? ഇല്ല. കാരണം അത് ചീപ്പായിരിക്കണം. ചീപ്പാണെങ്കിൽ ആൾക്കാർ ഇത് ടെസ്റ്റ് ചെയ്യുള്ളൂ. വേറെ വലിയ വലിയ അസുഖങ്ങളാണെങ്കിൽ ഇപ്പൊ ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ക്യാൻസറിന്റെ ഈ ടെസ്റ്റിംഗ് ഐറ്റംസ് തന്നെയാണെങ്കിൽ ടെസ്റ്റ് ചെയ്യാനുള്ള കോസ്റ്റ് തന്നെയാണെങ്കിൽ നമുക്ക് വലിയ എമൗണ്ട് വരും. റൈറ്റ്? അപ്പോ അത് ടെസ്റ്റ് ചെയ്യുന്നതിൽ മീൻസ് അത്രയും എമൗണ്ട് എടുക്കുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പണി അവർ ചെയ്യുന്നുണ്ട്. അപ്പോ ആ കോസ്റ്റിന് എന്തെങ്കിലും രീതിക്കുള്ള ബെനിഫിറ്റ് ഇല്ലാതെ അത്രയും കോസ്റ്റ് എടുക്കാൻ പാടില്ല. അതാണ് കോസ്റ്റ് എഫക്റ്റീവ് എന്ന രീതിയിൽ. ഇപ്പൊ കുറച്ച് എമൗണ്ടേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ മീൻസ് കുറച്ച് ബെനിഫിറ്റേ കിട്ടുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ, അത് വഴി ഉണ്ടാവുന്ന ബെനിഫിറ്റ് കുറവാണെങ്കിൽ അതിനനുസരിച്ചുള്ള കോസ്റ്റ് മേടിക്കാവൂ. അങ്ങനെയാണെങ്കിൽ മാത്രം അതിന് കോസ്റ്റ് എഫക്റ്റീവ് എന്ന് പറയാൻ പറ്റുള്ളൂ. ഒരു ഇൻഫോർമേഷന് കോസ്റ്റ് എഫക്റ്റീവ് എന്ന് പറയാൻ പറ്റുള്ളൂ. ദെൻ അണ്ടർസ്റ്റാൻഡബിൾ. ഇപ്പൊ ഞാൻ നോട്ടിൽ കിറുക്കി എഴുതുന്ന പോലെ ആണ് ഇവര് ഈ പറഞ്ഞ ടെസ്റ്റ് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ തരുന്നേ എന്നുണ്ടെങ്കിൽ ആരെങ്കിലും മനസ്സിലാവോ? ഇപ്പൊ ടെസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പോ ഒരു ഷുഗർ ഉണ്ടോ, BP, കൊളസ്ട്രോൾ കാര്യങ്ങള് ഒരു സൈഡിൽ എഴുതി, പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് 3-4 നമ്പർ എഴുതി തന്നു. വല്ലതും മനസ്സിലാവോ? ഇല്ല. അപ്പൊ അത് മനസ്സിലാക്കാൻ രീതിക്ക് കൃത്യമായ പാറ്റേണിൽ ആൾക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ തന്നാലേ അതൊരു ഗുഡ് ഇൻഫോർമേഷൻ ആകുന്നുള്ളൂ. ദെൻ റെലവെന്റ് ഇൻഫോർമേഷൻ. റെലവെന്റ് ഇൻഫോർമേഷന്റെ ആവശ്യം എന്താണ്? ഇപ്പോ എനിക്ക് ടെസ്റ്റ് ചെയ്യേണ്ടത്, ഇപ്പൊ എന്റെ കൈ ഒടിഞ്ഞു, കൈയിന്റെ എക്സ്റേ എടുക്കാൻ പറഞ്ഞിട്ട് അവര് എടുത്തു തന്നത് കാലിന്റെ എക്സ്റേ ആണ്. എന്തെങ്കിലും കാര്യമുണ്ടോ? കയ്യിന് പ്രശ്നം വന്നോടത്ത് കാലിന്റെ ഇൻഫോർമേഷൻ കിട്ടിയിട്ട് 10 പൈസയ്ക്ക് ഉപകാരമില്ല.
സോ റെലവെന്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻ വേണം കയ്യിന്റെ ഇൻഫോർമേഷൻസ് എക്സ്ട്രാ കാര്യങ്ങൾ തന്നെ വേണം. സോ എന്നാലേ ഒരു കൃത്യമായിട്ട് ഒരു ഡിസിഷൻ കയ്യിൽ പ്ലാസ്റ്ററിനോ വേണ്ടിയോ എന്നുള്ള ഒരു ഐഡിയ കിട്ടുള്ളൂ. ഓക്കെ, സോ അതാണ് റെലവെന്റിൽ വരുന്നത്. ദെൻ അതോറിറ്റേറ്റീവ്. നേരത്തെ ഞാൻ ആക്യുറേറ്റില് പറഞ്ഞു, ലാബില് റിപ്പോർട്ട് മാറി വന്നു, ആക്യുറേറ്റ് അല്ലാത്ത റിപ്പോർട്ട് അവർ തന്നു എന്ന് പറഞ്ഞു. അതെന്തുകൊണ്ടാണ്? ആ ലാബിന് വിശ്വസ്തത ഇല്ലാത്തതുകൊണ്ടാണ്. അപ്പൊ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ലാബ് അല്ലെങ്കിൽ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സോഴ്സിൽ നിന്ന് വേണം നമ്മൾ ഇൻഫോർമേഷൻ കളക്ട് ചെയ്യാൻ. എന്നാലേ അതൊരു ഗുഡ് ഇൻഫോർമേഷൻ ആവുള്ളൂ. ഇപ്പൊ അവിടെ ഇവിടെയും കേട്ട കാര്യങ്ങൾ വെച്ചിട്ടുള്ള ഇൻഫോർമേഷൻ ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ എത്രത്തോളം വിശ്വാസ്യത ഉണ്ടാകും? മേ ബി അതും വെച്ചിട്ടാണ് നമ്മൾ ഒരു ഡിസിഷൻ എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ബിസിനസ്സിന് തന്നെ സാരമായിട്ട് പണി തരാനുള്ള ചാൻസസ് ഉണ്ട്, അല്ലെ? ദെൻ ടൈംലി. ഇപ്പോ ചില കൺട്രീസിലൊക്കെ പനി വന്നിട്ട് ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ തന്നെ ഇന്ന് ബുക്ക് ചെയ്തിട്ട് ഒരാഴ്ച കഴിഞ്ഞാൽ അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞിട്ടേ കാണാൻ പറ്റുള്ളൂ എന്നൊക്കെയാണ് ചില കൺട്രീസിൽ. അപ്പോ അങ്ങനെയുള്ള കൺട്രീസിൽ നമുക്ക് പനിയായിരിക്കും, 2 പാരസെറ്റമോൾ കഴിച്ചപ്പോഴേക്കും മാറി. അത് കഴിഞ്ഞ് നമ്മൾ ഇന്ന് ബുക്ക് ചെയ്തു, ബട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നമുക്ക് വന്ന ഡേറ്റ്. ബട്ട് നമ്മൾ 2 പാരസെറ്റമോൾ കഴിച്ചപ്പോഴേക്കും സംഭവം മാറി. പിന്നെ അവിടെ പോയിട്ട് വല്ല കാര്യമുണ്ടോ? ആ ടൈമിൽ നമുക്ക് കാണാൻ പറ്റിയില്ലെങ്കിൽ ഇറ്റ്സ് വേസ്റ്റ്. അതുപോലെ തന്നെ ആ ടൈമിൽ നമുക്ക് ഇൻഫോർമേഷൻ കിട്ടിയില്ലെങ്കിൽ അത് വേസ്റ്റ് ആണ്. ഇപ്പോ ഇന്നത്തെ കാര്യത്തിന് നമുക്ക് ഇന്ന് പ്രിസ്ക്രിപ്ഷൻ കിട്ടണം, അല്ലാണ്ട് നാളെ തരാം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ഇപ്പൊ പേഷ്യന്റ് മരിച്ചു കഴിഞ്ഞിട്ട് പ്രിസ്ക്രിപ്ഷൻ എഴുതി തരാം എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ ഒരു ഡെസിഷൻ എടുക്കുന്നതിന് മുന്നേ നമുക്ക് കുറച്ച് ഇൻഫോർമേഷൻസ് വേണം. അത് അപ്പൊ കിട്ടിയാലേ കാര്യമുള്ളൂ. 1 മന്തിന് ശേഷം ഇന്ന കേസ് ഉണ്ട്, ആ കേസിന് വേണ്ടിയിട്ട് എനിക്കിപ്പോ ഇൻഫോർമേഷൻ വേണം എന്ന് പറഞ്ഞിട്ട് ഒരു 2 മാസം കഴിഞ്ഞാണ് ഇൻഫോർമേഷൻ തരുന്നതെന്നുണ്ടെങ്കിൽ 10 പൈസക്ക് ഉപകാരമില്ല. അത് തന്നെയാണ് ടൈംലി എഫക്റ്റ്. ദെൻ ഇ ഫോർ ഈസി ടു യൂസ്. അതായത് കമ്പയർ ചെയ്യാൻ പറ്റുന്ന രീതിക്ക് ഒരു ചെറിയ എന്താ പറയോ പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിക്കുള്ള ഇൻഫോർമേഷൻസ് ആണെങ്കിൽ ബെറ്റർ ആയിരിക്കും. ഒരു ഇപ്പോ 2 രീതി മീൻസ് കഴിഞ്ഞ കൊല്ലത്തെയും ഈ കൊല്ലത്തെയും കൂടി നമുക്ക് ഒന്ന് കമ്പാരിസൺ നടത്തണമെങ്കിൽ ആ ഒരു ഫോമാറ്റ് കീപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഫോമാറ്റ് ഉണ്ടെന്ന് അല്ല, MAക്ക് നമുക്ക് ഫോമാറ്റ് ഇല്ല, ബട്ട് സ്റ്റിൽ അതൊരു പ്രസന്റബിൾ ആയിട്ട് കമ്പയർ ചെയ്യാൻ പാകത്തിനുള്ള ഇതാണെങ്കിൽ ലൈക്ക് നമുക്ക് കുറെ റേഷ്യോസും കാര്യങ്ങളൊക്കെ എടുക്കുമല്ലോ. അപ്പൊ അതൊരു കമ്പാരിസൺ മോഡലിലാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. ഓക്കെ, സോ ഇതൊക്കെയാണ് ഗുഡ് ഇൻഫോർമേഷന് വേണ്ട ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത്. സോ ACCURATE, ആക്യുറേറ്റ് എന്ന രീതി ആ ഒരു ഇത് ഓർക്കുക, എന്നിട്ട് ഓരോന്നിന്റെ ഇത് ഓർത്താൽ മതി. സോ യു വിൽ ഗെറ്റ് എഴുതാനായിട്ട് കിട്ടും. ഓക്കെ, സോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത്രയാണ് നമ്മളിപ്പോ ഫസ്റ്റ് ക്ലാസ് എന്ന രീതിയിൽ എടുക്കുന്നത്. ഇറ്റ്സ് എ ഡെമോ ക്ലാസ്. നിങ്ങൾക്ക് ഓക്കെ ആണ്, മനസ്സിലാവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ യു ക്യാൻ കണ്ടിന്യൂ വിത്ത് us. താങ്ക് യു.